അനേർട്ട് സിഇഒയ്ക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി എം വിൻസെന്റ് എം.എൽ.എ. തിരുവനന്തപുരം നഗരത്തിൽ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയിൽ 33 കോടിയുടെ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ടെൻഡർ നടപടികളിൽ തന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ദുരുപയോഗം ചെയ്തുവെന്ന് വിരമിച്ച അനേർട്ട് ജീവനക്കാരൻ മീഡിയയോട് വെളിപ്പെടുത്തി. ആരോപണം സർക്കാർ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ 514 സർക്കാർ ഓഫീസുകളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതിയിലാണ് കോടികളുടെ അഴിമതി നടന്നതായി എം.എൽ.എ. ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള അനർട്ടിന്റെ സിഇഒ നരേന്ദ്രനാഥ് വേലൂരിയുടെ നേതൃത്വത്തിലാണ് അഴിമതി നടന്നതെന്നും വിൻസെന്റ് ആരോപിക്കുന്നു. ടെൻഡർ നടപടികൾ സ്ഥിരം ജീവനക്കാരെ ഒഴിവാക്കി കുറഞ്ഞ കാലയളവിലേക്ക് നിയമിച്ച കരാർ ജീവനക്കാരെ നിയോഗിച്ച് പൂർത്തിയാക്കിയതും സംശയകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ബെഞ്ച് മാർക്ക് പ്രൈസിലാണ് ഇത് കൊടുത്തിരുന്നതെങ്കിൽ 69 കോടി രൂപയ്ക്ക് നിർവഹിക്കാൻ കഴിയുമായിരുന്നു. അതാണിപ്പോൾ 101 കോടിയായിട്ട് മാറി. 31 കോടി രൂപ അധികമായിട്ട് നൽകിയിരിക്കുകയാണ്. ടെൻഡർ നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെ, കൃത്യമായ ബാങ്ക് ഗ്യാരണ്ടി വയ്ക്കാതെ, വ്യാജ ബാങ്ക് ഗ്യാരണ്ടി വെച്ചുകൊണ്ട് 60 കോടിയിൽ പൂർത്തീകരിക്കാവുന്ന പദ്ധതിക്ക് 31 കോടി രൂപ അധികം നൽകിയെന്നാണ് എം വിൻസെന്റ് എം.എൽ.എ. വ്യക്തമാക്കുന്നത്. അതേസമയം അനർട്ട് സിഇഒ കരാർ ജീവനക്കാരനെ ഉപയോഗിച്ച് ടെൻഡർ നടപടികൾക്കായി തന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ദുരുപയോഗം ചെയ്തതായി അനർട്ടിലെ മുൻ പർച്ചേസ് മാനേജർ ആരോഗ്യദാസ് പറഞ്ഞു. ഞാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ചോദിച്ച് ഞാൻ കൊടുത്തു. പിന്നെ അത് ഞാൻ റിട്ടയർഡ് ആയപ്പോൾ ഞാൻ മേടിച്ചോണ്ട് വരികയും ചെയ്തു. ഒരു കൊട്ടേഷനിൽ പങ്കെടുക്കാനോ ടെൻഡറിൽ പങ്കെടുക്കാനോ എന്നെ വിളിച്ചിട്ടേ. ഞാൻ വിരമിച്ച ശേഷം എനിക്ക് 2 തവണ മെസ്സേജ് വന്നു. എന്റെ DSC ഉപയോഗിക്കാതെ പറ്റത്തില്ലല്ലോ, ടെൻഡറിൽ എന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല, എന്റെ DSC അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വിരമിച്ചതിന് ശേഷവും സിഗ്നേച്ചർ ഉപയോഗിച്ചതിനെതിരെ ആരോഗ്യദാസ് മേലുദ്യോഗസ്ഥയ്ക്ക് പരാതിയും നൽകിയിരുന്നു. സോളാർ പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലാത്ത മറുപടിയാണ് വൈദ്യുത മന്ത്രി വിൻസെന്റ് എം.എൽ.എക്ക് നിയമസഭയിൽ നൽകിയത്. വിഷയം ഗൗരവകരമാണെന്നും സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഗൗരവതരമായ അന്വേഷണം നടത്തേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കേസാണ് അനാട്ടിലെ അഴിമതിയെക്കുറിച്ച് വിൻസെന്റ് പറഞ്ഞത്. അത് അന്വേഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.